കഴിവിന്റെ കഠിന വഴികളിൽ വിജയക്കൊടി പാറിച്ച പെൺ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തുന്ന ചെമ്പരവതാനി. ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ അതിഥികൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതരായ രണ്ട് ആർട്ടിസ്റ്റുകളാണ്. സോ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. റിയ സേറ ആൻഡ് സിജ റോസ്. സ്വാഗതം. ഇന്ന് നമ്മൾ 3 സ്ത്രീ സാന്നിധ്യങ്ങൾ ചേർന്ന് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് കളർഫുൾ ആക്കാൻ പോയിട്ട് ഞങ്ങൾ കളർഫുൾ ലേഡീസ് വന്നിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പൊ അടിച്ചു പൊളിക്കാൻ റെഡി അല്ലേ? പിന്നെ എല്ലാത്തിനും റെഡി അല്ലേ? അപ്പൊ ഒരുപാട് നാളിന് ശേഷമാണ് റിയയെ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു 14 വർഷത്തിൽ. പിന്നെ സിജയും ഒരു 2 വർഷം ഓണം ഒരു വർഷത്തിന് ശേഷം വീണ്ടും കാണുന്നു. അപ്പൊ അത്രയും വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ രണ്ടുപേരെയും ഒന്ന് ഇരുത്തി സമാധാനമായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പൊ റിയ ആൻഡ് സിജു, ആദ്യം തന്നെ നമുക്ക് ഈ ക്രിസ്മസ് ഒരുക്കങ്ങൾ എവിടം വരെ ആയി എന്നാണല്ലോ അറിയേണ്ടത്. ഈ ക്രിസ്മസ് കാലത്ത് എന്തായി? എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ്സ് നടക്കുന്നുണ്ടോ? ഇപ്പൊ തൽക്കാലം വീട്ടില് ക്രിസ്മസ് ട്രീ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നു. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് അതിലേക്ക് പോയിട്ടില്ല. കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, വൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ തന്നെ. പിന്നെ ട്രിപ്പ് പ്ലാൻസ് എന്തായാലും ഉണ്ടാവും. ബിക്കോസ് ക്രിസ്മസ് ന്യൂ ഇയർ ആ ഒരു ഹോളിഡേ ടൈമിൽ എന്തായാലും എന്തെങ്കിലും പ്ലാൻ ചെയ്യൂല്ലേ? എന്താവും ഉറപ്പായിട്ടും. എന്തായാലും ബൈ ദ ടൈം ഇവ ക്രിസ്മസിന്റെ സമയം ആകുമ്പോഴത്തേക്ക് ഇവർ വീട്ടിൽ വരും. നമ്മൾ മോസ്റ്റ്ലി സിജയുടെ വീട്ടിലായിരിക്കും, സിജയുടെ അല്ലെങ്കിൽ ശ്രുതിയുടെ വീട്ടില്. അവിടെ ഞങ്ങൾ പിന്നെ ട്രീകൾ കൊടുക്കുക, ഗിഫ്റ്റുകൾ വാങ്ങിക്കുക. നല്ല കുക്കായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടില് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതൊക്കെ കഴിക്കാനായിട്ട്. അല്ല, മമ്മിക്ക് ആക്ച്വലി എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത് ഇവരൊക്കെ വീട്ടിൽ വരുമ്പോഴാണ്. കുഴപ്പമൊന്നുമില്ല, കഴിച്ചിട്ട് കേട്ടോ. ഇത്ര നാളും ഒരു കുഴപ്പമില്ലാണ്ട് ഗംഭീരമായി പോയി. അപ്പൊ ഈ ക്രിസ്മസും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോകട്ടെ. അതിന് മുമ്പ് നമുക്ക് റിയയ്ക്ക്, നമുക്കല്ല എനിക്ക് ഒരു കൺഗ്രാറ്റുലേഷൻ പറയാനുണ്ട്. ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഡബിംഗ് ആർട്ടിസ്റ്റ്, മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് റിയ സേറയുടെ അടിപൊളിയായിരുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ സിജ പറയൂ, മസ്കറ്റിൽ നിന്ന് അവിടെയാണ് പഠിച്ചതും ഒക്കെ അല്ലേ? പിന്നെ നാട്ടിലേക്ക് വന്നു. ഈ സിനിമ മോഹമായിട്ട് തന്നെയാണോ നാട്ടിൽ വന്നത്? നാട്ടില് എന്തിനാണ് താങ്കൾ വന്നത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ തന്നെ ചോദിക്കാറുണ്ട്. അതല്ല എന്തിനാ വന്നത്, ഞാനും അങ്ങോട്ട് ചോദിക്കാറുണ്ട്. എന്തായാലും ആക്ച്വലി കോളേജ് ബോംബെയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വെക്കേഷനായിട്ട് നാട്ടിൽ വന്നു. അപ്പോൾ ആ ഒരു ടൈം ഉണ്ടായിരുന്നു ടു പെർസ്യൂ എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു, മൈ ഫാമിലി ഫ്രണ്ട്സ് ആഡ് ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ മെൻഷൻ ചെയ്തു, ഒന്ന് ട്രൈ ചെയ്യാം, വെറുതെ നോക്കാം എന്നൊരു രീതിയിൽ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. സോ ഫോട്ടോഷൂട്ട്സ് എല്ലാം നടത്തി. അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കോൾ വന്നത് ഫോർ ഉസ്താദ് ഹോട്ടൽ. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി, കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. കുറെ പേരുണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റീന് കാത്തിരിക്കുന്ന കുറെ പേരുണ്ട്. സോ ആ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ആയി. പക്ഷെ ഇപ്പോൾ ഐ നോ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫുൾ ഈ ഫിലിം ഇൻഡസ്ട്രി ആയാലും സിനിമ ആയാലും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഈ ഫ്ലോർ കാണുമ്പോ എന്താ ഓർമ്മ വരുന്നത്? ഈ ഫ്ലോർ കാണുമ്പോ അവതാരികയായിരുന്നു അല്ലേ? അതെ അതെ. സോ അതെങ്ങനെയായിരുന്നു ആ സമയത്ത്? നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ മലയാളം ബേസിക്കലി ആ സമയത്ത് എനിക്ക് കേരളമായിട്ട് അധികം ടച്ച് ഉണ്ടായിരുന്നില്ല. അത് കോളേജ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വെറുതെ ഒന്നും നല്ലൊരു സത്യമായിട്ടോ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ മലയാളം സംസാരിക്കാൻ തുടങ്ങിയത് ഈ ഷോയിലൂടെ. ആങ്കറിംഗ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് മുതലാണ്. പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കേടുപാടുകളൊന്നും ഇല്ലാണ്ട് ആ ഷോയും നന്നായി പോയി. സിജയുടെ മലയാളം ബെറ്ററായി. നന്നായിട്ട് മലയാളം. അതെ,
ഓക്കെ, ഇനി റിയ പറയൂ. റിയയുടെ അമ്മ ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. സോ ആന്റിയുടെ ആ ഒരു കൈ പിടിച്ചാണോ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? അതേ സ്വന്തമായിട്ട് പിന്നെ ആഗ്രഹങ്ങൾ വരാൻ തുടങ്ങിയോ? അല്ലെങ്കിൽ റീസൺ? ഡബിങ് സ്റ്റാർട്ട് ചെയ്തത് അമ്മയുടെ അടുത്ത് നിന്ന് തന്നെയാണ്. പിന്നെ ആദ്യമൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു, ഡബ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിങ്ങനെ ഈ സിജ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഒരു ഇഷ്ടം, അങ്ങനെ വന്നു. പിന്നെ ആങ്കറിങ് ചെയ്തു. ഈ എല്ലാരും ആങ്കർമാരാണല്ലോ. ഞാൻ 3 ആങ്കർമാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് റെഡ് കാർപ്പറ്റ് നടത്തുന്നത്. ഈ ആങ്കറിങ് ചെയ്യുമ്പോൾ അതായത് അബദ്ധങ്ങൾ പറ്റുക പറയുന്നത് വളരെ ഒരു കാര്യമാണല്ലോ. റിയയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ട്? ഈ ഫോൺ, അതൊരു ഫോണിംഗ് പ്രോഗ്രാം ലൈവ് ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ലൈവിൽ ആൾക്കാർ വിളിച്ചിട്ട് അത് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെ മാനേജ് ചെയ്യാന്നുള്ളതിലാണ്. പ്രത്യേകിച്ച് ഓർമ്മ ഒന്നും കിട്ടുന്നില്ല. എന്തായാലും എല്ലാവർക്കും പറ്റുന്ന പോലത്തെ പറ്റിയിട്ടുണ്ട്. കുട്ടിക്ക് റീടേക്ക് എല്ലാം അങ്ങനെ റീടേക്ക്. അപ്പൊ ഇനി ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അതായത് ആങ്കറിങ് ചെയ്യോ, അതോ ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് വേണ്ട? അങ്ങനെയാണ്? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ആങ്കറിങ് ചെയ്യാം, എന്തും ചെയ്യാം. ചെയ്യാതോ ചെയ്യാൻ പറ്റില്ല? അല്ലല്ല, ചെയ്യും. ചെയ്യാനൊരു അവസരം വന്നു കഴിഞ്ഞാൽ ചെയ്യാം. എനിക്ക് അതിനുള്ളൊരു ഇഷ്ടമുണ്ട്, അതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്. ആൻഡ് തമിഴിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് വിജയ് സേതുപതിയുടെ കൂടെയൊക്കെ അഭിനയിച്ചു, പിന്നെ വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് എവിടെയായിരുന്നു? മലയാളത്തിലായിരുന്നോ തമിഴിലായിരുന്നോ? കംഫർട്ട് 2 സ്ഥലത്തും കംഫർട്ട് ഉണ്ട്. ക്യാരക്ടർ വൈസ് എനിക്ക് അത് മെൻഷൻ ചെയ്യാം. എനിക്ക് കൂടുതൽ ക്യാരക്ടേഴ്സ് എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയത് ത്രൂ തമിഴാണ്. ഇപ്പോ ഐ ഗെസ് ഐ എം ബാക്ക് വിത്ത് റോയ്. അതെ, റോയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. സുരാജ് ഏട്ടൻ്റെ കൂടെ അല്ലേ, ഒരു മുഴുനീള കഥാപാത്രം ഹീറോയിനായിട്ട് ഒരു കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ റോയ് ചെയ്യുന്നത്. സോ അതിന്റെ എവിടം വരെയായി? പണിപ്പുരയിൽ നിന്ന് സിനിമ എന്ന് ഉടനെ തന്നെ തിയേറ്ററിലേക്ക് വരും. അത് എന്തായാലും പറയും, അപ്ഡേറ്റ്സ് ഉണ്ടാവും റോയുടെ പറ്റി. എല്ലാ വർക്ക്സും കംപ്ലീറ്റ് ആയി. Just waiting for the release. Yes. ഇനി റിയയുടെ ജാനേമൻ എന്ന് പറഞ്ഞ സിനിമയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കോവിഡ് സിറ്റുവേഷനും ഒക്കെ കഴിഞ്ഞിട്ട് തിയേറ്റേഴ്സ് തുറന്നപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടതും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച സിനിമയായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവി അങ്ങനെ വേണം അതിന് പറയാനായിട്ട്. എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം നമുക്ക് കണ്ടിരിക്കാൻ വളരെ സമാധാനമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പറയൂ, അതിലൊരു മുഴുനീള ഗർഭിണിയായിട്ടാണ് അഭിനയിച്ചിരുന്നത്. സോ അതിന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ ചോദിക്കാൻ പറ്റില്ലല്ലോ, മുന്നേ ഗർഭിണി ആയിട്ടില്ല. എന്നാലും ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് വീട്ടിലെ വയറൊക്കെ ഈ തലേനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ നടന്നൊക്കെ നോക്കിയോ? ഇല്ല, അങ്ങനെ നോക്കിയിട്ടില്ല. അത് സെറ്റിൽ ചെന്നിട്ട് ഷൂട്ടിന്റെ സമയത്താണ് വയറ് വെച്ച് നോക്കിയത്. അല്ലാതെ ഇപ്പം റിയ ഹാസ് ദിസ്, എന്താ പറയാ, ഷീ ഒബ്സർവ്സ് എ ലോട്ട്. അപ്പൊ റിയ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ആന്റീനെ നോക്കിയിട്ടാണ്. അത് എപ്പോഴും നമ്മുടെ തലയിൽ ഇങ്ങനെ. അപ്പം ആ സമയത്ത് ആന്റിയുടെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജും അവർ നടക്കുന്നതും അവരുടെ അതൊക്കെ എപ്പോഴോ സ്റ്റോർ ചെയ്താണ്. കാരണം എനിക്ക് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു, കണ്ടു കഴിഞ്ഞാൽ അതിലിങ്ങനെ നോക്കിയിരുന്ന. അപ്പം അറിയാണ്ട് ഒരു ഒബ്സർവേഷൻ, അറിയാതെ ചെയ്യുന്ന പരിപാടി. അല്ലാതെ അതിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. എത്ര ദിവസം ഷൂട്ടിനുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാനൊരു 25 ഡേയ്സ് ഉണ്ടായിരുന്നു. നൈറ്റ് ആയിരുന്നു. ഈവനിങ് 6 to morning 6 ആണ് ഷൂട്ട് വന്നത്. അപ്പൊ നമ്മള് ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയം, ടയർഡ് ആവുന്ന സമയം. പക്ഷെ ഈ ഒരു ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ നമുക്ക് എന്താ ഫീൽ കിട്ടുന്നത് അത് തന്നെയായിരുന്നു അവിടെ സെറ്റ് ലൊക്കേഷനിൽ. ഇറ്റ് വാസ് ഫൺ, അടിപൊളി സെറ്റ് ആയിരുന്നു. ആൻഡ് ഡയറക്ടറെ കുറിച്ച് പറ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയാണ് ചിദംബരം അല്ലേ? ചിദംബരം എനിക്ക് തോന്നുന്നില്ല ഇവര് നമ്മള് വിളിക്കില്ല, ചിതു എന്നാണ് വിളിക്കില്ല എല്ലാവരും. ഇപ്പൊ ഗണപതിയുടെ ചേട്ടനാണ്. അപ്പം ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരാൾ ആ സെറ്റിൽ ഉണ്ടെന്ന് പോലും തോന്നിയിട്ടില്ല. അത്രയും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ സ്പേസും ഫ്രീഡവും തരുന്ന ഒരു ഡയറക്ടറാണ്. പിന്നെ പുള്ളിക്ക് സിനിമ കണ്ടറിയാം ഓരോ എന്താണ് എവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അതൊക്കെ പുള്ളിക്ക് വളരെ വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരുന്നു സിനിമയെ കുറിച്ച്. അതെ, അതാണ് ജാനേമൻ അത്രത്തോളം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനും ആൾക്കാരിലേക്ക് എത്താനും റീസൺ ഈസ് ചിദംബരം, ഗണപതി, നമ്മുടെ ആ ഒരു ക്രൂ എല്ലാവരും. സിജ, DQന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്. DQന്റെ ചേച്ചിയായിട്ടാണ് അഭിനയിച്ചത്. ഏത് വയസ്സിലത്? ഉസ്താദ് ഹോട്ടലിൽ ഇറങ്ങിയിട്ട് 7 years ആയില്ലേ? വയസ്സ് അങ്ങനെ ഇൻഡയറക്ട്ലി നമ്മള് അതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ് ഒരു ആക്ട്രസിന്. ഈവൻ നമ്മൾ ഗസ്റ്റിനും യെസ് അല്ലേ
ഓക്കെ എന്തായാലും DQ-ന് കൂടെയുള്ള experience. 7 years ആയി. എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. ഞാനൊക്കെ ഒരു ന്യൂ കമർ ആയിരുന്നു, പക്ഷെ എന്നാലും ആ ഒരു എഫേർട്ട് എടുത്തിട്ട് റിമെമ്പർ സംബഡീസ് നെയിം, അത് അങ്ങനെ ഒരാൾ ഹലോ ഗുഡ് മോർണിംഗ് സിജ എന്ന് പറയുവാണെങ്കിൽ വി ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അവർ നമ്മൾ അറ്റ്ലീസ്റ്റ് ദേ ആർ മെൻഷനിങ് അസ് വിത്ത് ആ നെയിം. അപ്പോൾ സോ അതുപോലത്തെ കുറേ ചെറിയ കുറേ നല്ല ക്യാരക്ടറുള്ള ആളാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ ഫൈൻ. ഇനി അടുത്തത് ഞാൻ നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്ന റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കണം. ശരി, എന്ത് ഗെയിമാണ്? എന്ത് ഗെയിമാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയില്ല. സജേട്ടാ ഇവിടെ സേഫ് അല്ല തോന്നുന്നുണ്ട് കേട്ടോ, എന്തോ എവിടേക്കോ ഒരു പ്രശ്നം. അപ്പോ സജിയേട്ടന്റെ ഈ കുട്ടികളെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരു ഗെയിമിലേക്കാണ്. എന്ത് ഗെയിം, ഏതൊക്കെ സംഭവങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് ഒരു സംഭവം വരും, വന്നിട്ട് നമുക്ക് കാണുമ്പോ എല്ലാം മനസ്സിലാവും. ഓക്കെ, റെഡി? അപ്പോ ഗെയിം കളിക്കാൻ നിങ്ങൾ റെഡി ആണല്ലോ? ഇതിനു മുമ്പ് നിങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ? ഇല്ല. ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവരും കാണാൻ ഇഷ്ടം, ഫുട്ബോൾ കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നില്ല, കാരണം നമ്മളെ കൊണ്ട് അത് പറ്റില്ല. അതുകൊണ്ട് നമ്മളിവിടെ നമ്മുടേതായിട്ടൊരു നിയമം ഉണ്ടാക്കി. ഈ ബോൾ കണ്ടോ, ഈ ബോള് ആ ഗോൾ പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കണം. എങ്ങനെ? ഒരു കിക്ക്. ഓ, കിക്ക. അവിടെ മാറി നിന്നിട്ട് ഒരു കിക്ക്, ഈ പെനാൽറ്റി കിക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഓക്കെ, അപ്പൊ ആദ്യം ആരാണ് ഈ സാഹസത്തിന് മുതിരുക? റിയ സൈറ. കൊത്തി തിന്നു തത്തമ്മ. മണ്ട. നീ മണ്ടയോ? അപ്പൊ മണ്ട വന്ന ആൾക്കാരാണ് കളിക്കാന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. ശരിക്കും ഒന്ന് ഉറക്കെ പാടണായിരുന്നു. അക്കം പൊക്കം വ്യക്തിപ്പാഴോ കൊത്തി തിന്നു തത്തമ്മ, ഞാനും നീയും ചെണ്ട, റോസാപ്പൂവിന്റെ മണ്ട. ഓ, ആ മണ്ടയാണ്. ആ മണ്ട, റോസാപ്പൂവിന്റെ മണ്ട. റോസാപ്പൂവിന്റെ മണ്ടയാണ് നീ. മണ്ട ഞാൻ കളിക്കാം, മതി. സോ മ്യൂസിക്. വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി റൊണാൾഡോ. നിങ്ങളിത് കാണുക, ഈ ഭൂഗോളത്തിൽ ഇനി അടുത്തത്. അയ്യോ പോയി. 2 എണ്ണാണ് ഇപ്പൊ റിയക്ക് സ്വന്തമായിരിക്കുന്ന ബോള്. അപ്പൊ റിയ വളരെ ഗംഭീരമായിട്ട് 3 എണ്ണം. ഇനി ജയിക്കണമെങ്കിൽ 4 points. ഓക്കെ, അപ്പൊ സിജയുടെ സമയം ഇവിടെ തുടങ്ങാൻ പോവാണ്. റെഡി, മ്യൂസിക്. അപ്പുറത്തെ പപ്പനാവന്റെ പറമ്പിലേക്കാ പോയത്. ഫോക്കസ്. ഇനി 3 ഉള്ളൂ. നല്ല ആവേശത്തിൽ ഒരു അടി. ക്യാമറാമാൻ ചേട്ടന്റെ തലയിൽ ചെന്ന് വീണിരിക്കുകയാണ് ആ ബോള്. ഇനി അടുത്ത സ്ക്രീനാണ്. ഇത്ര ബോളുണ്ട്. ഒരേ ഒരു ബോളിലുള്ള ഒന്നെങ്കിലും ഞാൻ ട്രൈ ചെയ്യട്ടെ. ഫോക്കസ്. റെഡി, ഫോക്കസ്. 1 2 3. സിജ അടിക്കുന്ന എല്ലാ ഗോളും നേരെ ക്യാമറാമാന്റെ നെഞ്ചത്താണ് വന്ന് വീഴുന്നത്. എന്താടാ? ഓ, ലെറ്റ്സ് ഡാൻസിനുള്ള വൈരാഗ്യം. അന്ന് മുതലുള്ള വൈരാഗ്യം കുട്ടി, അന്ന് മുതലുള്ള വൈരാഗ്യം കുട്ടി ഇങ്ങനെ നോക്കി വെച്ച് ഒരു ഗെയിം വന്നപ്പോ തകർത്തു. സിമ്പിൾ അല്ലേ? സിമ്പിളായിരുന്നു. പിന്നെ വിട്ട് തന്നാണ് റിയോടുള്ള സ്നേഹം. അതെ, കൂട്ടുകാരിക്ക് വേണ്ടിട്ട് വിട്ടുകൊടുത്തു. എന്നാലും ഒരു പോയിന്റെങ്കിലും മേടിക്കരുത്. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലോ. ഓക്കെ, അപ്പോ ഈ ഗെയിമിൽ വളരെ ഗംഭീരമായി ഗെയിം കളിച്ച് ജയിച്ചിരിക്കുന്നത് റിയ സാറയാണ്. വെരി ഗുഡ്. ആൻഡ് ഓഫ് കോഴ്സ് തോറ്റിരിക്കുന്നത് സിജ റോസ് ഫ്രം മസ്കറ്റ്, ദെൻ മുംബൈ, ദെൻ കേരള. ഇപ്പൊ കാക്കനാട്. കാക്കനാട് സിജ ആണ് ഈ ഗെയിമിൽ തോറ്റിരിക്കുന്നത്. ഇങ്ങനെ ഈ കാക്കനാട് എന്താ നല്ല സ്ഥലമല്ലേ?
സൂപ്പർ സ്ഥലം കാക്കനാട്, അടിപൊളി. ഗെയിമിൽ തോറ്റിരിക്കുന്നത്. അപ്പൊ നമുക്ക് റിയയ്ക്ക് ഒരു സമ്മാനമുണ്ട്, അത് ഞാൻ കൊണ്ടുവരാം. പണിഷ്മെന്റ് ഉണ്ട്, അത് ഞാൻ പറയാം. അതായത് റിയയ്ക്കുള്ള എന്റെ ഗിഫ്റ്റ്, ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ മിഠായി അല്ല, മിഠായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് സിജയ്ക്കുള്ള ഒരു പണിഷ്മെന്റ് ഉണ്ട്. ആദ്യം വലിയ പണിഷ്മെന്റ് ഒന്നുമല്ല, പാട്ട് പാടുക, അത്രേ ഉള്ളൂ. സിമ്പിള്. എന്നാലും എന്തെങ്കിലും ഉണ്ടാവല്ലോ. മലയാളം പാട്ട്. മലയാളം പാട്ട്. മലയാളം പാട്ട്. മലയാളം ഒരു അടിച്ചുപൊളി പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പാടണം. ഓക്കെ, ഏത് പാട്ടാ മനസ്സിൽ വരുന്നത്? മലയാളം പാട്ട് പാടാൻ അടിച്ചുപൊളി പാട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി. എല്ലാ ലിറിക്സ് പാടണം? വേണ്ട. കുറച്ച് ലിറിക് പാടുക, നാനാന പാടുക, രാരാര പാടുക, അങ്ങനെ. ഗോവിന്ദ ഒന്ന് കേൾക്കാം. ആദ്യം അത് കേട്ടത് നമുക്ക് ബാക്കി തീരുമാനിക്കും. ചുമ്മാ ഒന്ന് പാടിക്കാൻ നോക്കട്ടെ. ആലാരേ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. ആലാരേ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. മിന്നലടിക്കും തന്നന്ന നന്നന ഗോവിന്ദ നന്നന നന്നേ നന്നന ഗോവിന്ദ. ബോലോ ബോലോ രാധേ ദിത്താരോ ഗോവിന്ദ 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 ആലാര ഗോവിന്ദ ആലവരം വെച്ച് പാടാൻ പാടും. ശരി. അപ്പൊ ഈ പാട്ടാണ് നമ്മുടെ കുട്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പോണ. റിഹേഴ്സൽ കഴിഞ്ഞു. ഇനി ഈ അടിച്ചുപൊളി പാട്ട് കരഞ്ഞുകൊണ്ട് പാടണം. അരെ വാ 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 വാ, സാധിക്കും സിജ. ഞാൻ കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കായിരുന്നു. അപ്പം ഇപ്പുറത്ത് നിക്കണവര് കാര്യമാണെന്നില്ലല്ലോ. വേണ്ട, നമ്മൾ സിജ ഈ ആലാരെ 4 വരി മതി. ആലാരെ ഗോവിന്ദ ആലെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. കരഞ്ഞോണ്ട് റിപ്പീറ്റ് ആയിട്ട് 4 വരി 2 പ്രാവശ്യം പാടണം. ലാസ്റ്റ് കരഞ്ഞോണ്ട് ഗോവിന്ദ ഗോവിന്ദ. അപ്പൊ സിജ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്തും വരട്ടെ എന്ന് വിചാരിച്ച് കുട്ടി ധൈര്യസമയം നിൽക്കുകയാണ്. സോ യുവർ ടൈം starts now. ആലാരേ ഗോവിന്ദ ആല ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. അയ്യോ ചിരിക്കല്ലോ. ഗോവിന്ദ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ. ബോലോ 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 രാധേ ബോല ദിത്തരോ. അയ്യോ ദിത്തല്ല എന്തൊക്കെയാ. ഗോവിന്ദ 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 ഗോവിന്ദ. ചിരിക്കാണല്ലോ. കരഞ്ഞാലും ചിരിച്ചാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് ശരി. അപ്പൊ ഞങ്ങളുടെ വക ഒരു ഇനി സമ്മാനം ഉണ്ടോ? സ്നേഹം മാത്രം മതി. സമ്മാനം.